എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് പാർട്ട് 2 വീഡിയോ. അപ്പം ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ എടുക്കാൻ പോണ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാർ മാഗ്നറ്റ് ആൻഡ് ഇക്വിവാലന്റ് സോളിനോയിഡ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പാർട്ട് 2 എടുക്കുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. എന്താ പറഞ്ഞത്? ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വിവാലന്റ് സോളിനോയിഡ്. അപ്പം എന്താ പറഞ്ഞത്? ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വിവാലന്റ് സോളിനോയിഡ്. അപ്പൊ ഒരു സോളിനോയിഡ് എടുക്കുക. അപ്പൊ ഈ സോളിനോയിഡ് എടുക്കുകയാണെങ്കിൽ ഇതിലൂടെ കറന്റ് പാസ് ചെയ്യാന്നിരിക്കും. അപ്പൊ ഈ കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ അതിന്റെ ഡയഗ്രം കാര്യങ്ങളൊക്കെ വരയ്ക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ഓക്കെ, അപ്പം ഡയഗ്രം കാര്യങ്ങളൊന്നും പഠിച്ചിരിക്കുക. അതിന് കൂടെ തന്നെ അതിന്റെ ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു ഡയഗ്രം വരയ്ക്കുകയാണ്. അപ്പൊ ഓക്കെ, ഇപ്പൊ സോളിനോയിഡ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ സോളിനോയിഡ് വരയ്ക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാൻ പറ്റി സോളിനോയിഡിൽ നിന്നിട്ട് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് വരയ്ക്കാം. അതാണ് എ എന്നുള്ളത്. അപ്പൊ സോളിനോയിഡിന്റെ സെന്ററിലേക്കുള്ള റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി സോളിനോയിഡിന്റെ സെന്റർ ആണ് ഒറിജിൻ ഒ എന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഒറിജിൻ ഒ. ഓക്കെ, ഇപ്പൊ ഈ സോളിനോട് ചുറ്റും കറന്റ് പാസ് ചെയ്യുമ്പോൾ ചുറ്റും എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ സോളിനോഡിന്റെ ഒറിജിനിൽ നിന്ന് പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? 6 എന്ന് എടുക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, 12 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ആണ് 12 എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് എല്. ഓക്കെ, ആൻഡ് ഇതാണ് എല്. ഓക്കെ, ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മൈനസ് ആയിട്ടും അവിടേക്കുള്ള ഡിസ്റ്റൻസ് ചെയ്യാം പോസിറ്റീവ് ആയിട്ടും എടുക്കാം. ഇപ്പൊ സപ്പോസ് നമ്മൾ പി എന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഇക്വേഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ r³. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ. അപ്പം ബി ഈസ് μ0 ബൈ 4π 2m ഡിവൈഡഡ് ബൈ r³. ഈ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ബാർ മാഗ്നറ്റ് ആൻഡ് ഇക്വിവാലന്റ് സോളിനോയിഡ് എന്നുള്ള കേസിൽ നമുക്ക് ആ ഡയഗ്രം കാര്യങ്ങളൊക്കെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് ഒരു പി എന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണണം. പി എന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബി ഈസ് μ0 ബൈ 4π 2m ഡിവൈഡഡ് ബൈ r³. ഓക്കെ, ഇതാണ് ബാർ മാഗ്നറ്റ് ആൻഡ് ഇക്വിവാലന്റ് സോളിനോയിഡ് കേസിൽ കിട്ടുന്ന ഇക്വേഷൻസ്. അപ്പം ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും നമുക്ക് പഠിക്കാനില്ല. ഈ ഇക്വേഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മളിനി പറയുന്നത് വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇതെന്താ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡൈപോൾ കൊണ്ടുവെക്കാം. അപ്പം ഡൈപോൾ എന്ന് എന്താ നമുക്കറിയില്ല? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിന് എന്ത് ചെയ്യുക? ഡൈപോൾ എന്ന് പറയാം. അപ്പൊ ഒരു ഡൈപോൾ ഞാൻ എന്ത് ചെയ്യുക? യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവയ്ക്കുക. അങ്ങനെയല്ല അവിടെ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഞാനൊരു ഡൈപോൾ കൊണ്ടിട്ട് പ്ലേസ് എന്ന് വിചാരിക്കാം. അപ്പൊ സപ്പോസ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുക. അപ്പം ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു ഡൈപോൾ കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പം എപ്പോഴും ഡൈപോൾ ഞാൻ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഡൈപോൾ ഞാൻ കൊണ്ടുവച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഞാനൊരു ഡൈപോൾ കൊണ്ടുവയ്ക്കും. ഡൈപോൾ കൊണ്ടുവച്ചാൽ നമുക്കറിയാൻ പറ്റും ഡൈപോൾ അവിടെ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡൈപോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവർ റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. അവിടെ എന്താണെന്ന് വർക്ക് എന്ന് കാണാമല്ലോ. വർക്ക് എന്ന് കാണാം. അപ്പം വർക്ക് നമുക്കറിയാം W ഈക്വൽ ടു എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഡൈപോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് ചെറിയ വർക്കാണ്. ക്ലിയർ ആണല്ലോ? എന്നാൽ ചെറിയ വർക്ക് ഈസ് ഈക്വൽ ടു DW ഈസ് ഈക്വൽ ടു ഓക്കെ, നമുക്കറിയാം ഫോഴ്സിനെ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന പേരാണ് ടോർക്ക് എന്ന് പറയാം, അല്ലെ? അപ്പൊ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർക്ക് എന്ന് പറയാം. അപ്പൊ ടോ ഇൻറ്റു എത്ര ആംഗിൾ ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുക? ഡൈപോൾ വെരി സ്മോൾ ആംഗിൾ. ഓക്കെ, അപ്പൊ ഒരു d θ ആംഗിൾ ആണ് എന്ത് ചെയ്യുക? ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഡി തീറ്റ ആംഗിളിലാണ് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ വർക്കാണ്, അതാണ് ഡി ഡബ്ല്യു ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെറിയ വർക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം വലിയ വർക്ക് കിട്ടാൻ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ടോർക്കിന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു ടോർക്ക് ആക്ടിംഗ് ഓൺ ഡൈപോളിന് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അവിടെ ആക്ടിന് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ നമ്മളൊന്ന് എടുത്തു തരാം. അപ്പം ടോർക്ക്, ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ചെയ്താൽ ടോർക്ക് ടോ ഇസിക്കൽ ടു എം ബി ഇൻറ്റു സൈൻ തീറ്റ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോ ഇസിക്കൽ ടു എം ബി ഇൻറ്റു സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ടോർക്ക് ആക്ടിംഗ് ഓൺ ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കാൻ അവിടെ ആക്ടിന് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ടോ ഇസിക്കൽ ടു എം ബി ഇൻറ്റു സൈൻ തീറ്റ. എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ചെറിയൊരു വർക്കാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വലിയ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇന്റഗ്രൽ ടോ ഇൻറ്റു ഡി തീറ്റ. ടോന് പകരം എന്താ, എം ബി സൈൻ തീറ്റ ഡി തീറ്റ. ടോ ഇസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, നമുക്കറിയാം ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ടു എൻ ഒരു ആംഗിളിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ആംഗിളിനെ തീറ്റ വേണമെന്നും അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യും, അതിന് തീറ്റ ടു നമ്മൾ എടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഒരു ഡൈപോൾ തീറ്റ 1 ആംഗിൾ ടു തീറ്റ 2 ആംഗിളിലേക്കാണ് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, ഡൈപോൾ റൊട്ടേറ്റിംഗ് ഫ്രം ദ ആംഗിൾ തീറ്റ 1 മുതൽ തീറ്റ 2 ആംഗിളിലേക്കാണ് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2 കൊടുക്കാം. ഓക്കെ, അപ്പൊ ചെറിയ വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വലിയ വർക്കാണ്. അപ്പൊ വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു, അപ്പം എം ബി അതുപോലെ സൈൻ തീറ്റ, അതിൽ എം ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അവ രണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ നമ്മൾ പുറത്തേക്ക് എടുക്കാം. അപ്പം എം ബി ഇൻറ്റു ഇന്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2 സൈൻ തീറ്റ ഡി തീറ്റ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ വർക്ക് കിട്ടി. ചെറിയ വർക്ക് കിട്ടിയാൽ വലിയ വർക്ക് കിട്ടാൻ എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പൊ വലിയ വർക്ക് കിട്ടാൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എം ബി ഇൻറ്റു ഇന്റഗ്രൽ തീറ്റ 1 ടു തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്താ പറയാ, ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞതാണ് മൈനസ് കോസ് തീറ്റ. അതിന്റെ വാല്യൂ ആണ് മൈനസ് കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുക, അപ്പം വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എം ബി ഇൻറ്റു ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് കോസ് തീറ്റ ആണ്. അപ്പം മൈനസ് കോസ് തീറ്റ ഇൻറ്റു തീറ്റ 1 ടു തീറ്റ 2. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ് സൈൻ ഞാൻ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു കോസ് തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1 എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഡബ്ല്യു നെഗറ്റീവ് വാല്യൂ എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് കൊടുക്കാം. അങ്ങനെയാൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എടുത്താൽ പോരെ, തീറ്റ 1 എഴുതിയാൽ പോരെ. ഓക്കെ, തീറ്റ 2 എഴുതാം. ഓക്കെ, അപ്പൊ എന്താ നെഗറ്റീവ് സൈൻ്റെ ഉള്ളിലേക്ക് എടുത്തു. അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് വർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 ആംഗിൾ. അപ്പൊ നമ്മളറിയാം സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു നമുക്കറിയാൻ പറ്റും തീറ്റന്റെ വാല്യൂ, തീറ്റ 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 90 ഡിഗ്രി ആണ് എടുത്ത് ഫോർ എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതായത് ഒരു ഡൈപോൾ നിൽക്കുന്ന ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ അവിടെ തീറ്റ 1ന്റെ വാല്യൂ എന്ത് ചെയ്യുക, 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണ് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയൊരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ എനി ആംഗിൾ, അതായത് തീറ്റ 2 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിളിലേക്കാണ് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ എന്ന ആംഗിളിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു നമ്മൾ ഈ വാല്യൂസ് ഇതിലേക്ക് സെറ്റ് എടുക്കുക, കോസ് 90 മൈനസ് കോസ് തീറ്റ. ഓക്കെ, കോസ് 90 മൈനസ് കോസ് തീറ്റ. വാല്യൂ ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, 0 ആണെന്ന് പറയാം. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു മൈനസ് കോസ് തീറ്റ അല്ലേ. അപ്പം ഈ മൈനസ് ഇവിടെ കിട്ടുകഴിഞ്ഞാൽ മൈനസ് എം ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കിയുള്ള അടുത്തേക്ക് എഴുതാം. അപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ വെക്ടർ ഫോമിൽ എഴുതുന്ന സമയത്ത് ഈക്വൽ ടു മൈനസ് എം ക്രോസ് ബി എന്ന് എഴുതാൻ പറ്റും, മൈനസ് എം ക്രോസ് ബി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, മൈനസ് എം ക്രോസ് ബി എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ, ഇതാണ് വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, ഒരു ഡൈപോൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന വർക്ക് കാണാനുള്ള ഇക്വേഷനും വർക്ക് എം ക്രോസ് ബി, ഓക്കെ, അല്ലെങ്കിൽ ഇത് -m×b cos θ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.